ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻസെർഷൻ സോർട്ടാണ്. ഇൻസെർഷൻ സോർട്ട് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച രണ്ട് സോർട്ടിംഗ് ആണ് ഏതൊക്കെ? ബബിൾ സോർട്ട് അതുപോലെ തന്നെ സെലക്ഷൻ സോർട്ട്. ബബിൾ സോർട്ട് ഇതെല്ലാം തന്നെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ സോർട്ട് ചെയ്യുന്നു. അതിൻ്റെ വേ ഓഫ് സോർട്ടിംഗ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇൻറ്റേർണൽ സോർട്ടിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ്. ബബിൾ സോർട്ട് എന്ന് വെച്ചാൽ നൈബറിങ് രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ചെക്ക് ചെയ്ത് എക്സ്ചേഞ്ച് പോയി. സെലക്ഷൻ സോർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിലെ ഏറ്റവും സ്മാളസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു, അതിന് കറക്റ്റായിട്ടുള്ള പ്ലേസ് സെലക്ട് ചെയ്യുന്നു, ആ സ്ഥലത്ത് ഉണ്ടോയെന്ന് വെക്കുക. ഫസ്റ്റ് എലമെൻറ്റും ആ ഇതിലെ സ്മാളസ്റ്റ് എലമെൻറ്റോട് ചെക്ക് ചെയ്തിട്ട് അതിനെ കൊണ്ടുവന്ന് കറക്റ്റ് പ്ലേസ് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നതിനാണ് സെലക്ഷൻ സോർട്ട്. ഇനി ഇൻസെർഷൻ സോർട്ട് അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള സോർട്ടിംഗ് ആണ് ഇൻസെർഷൻ സോർട്ട്. ഇൻസെർഷൻ സോർട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് അവിടെ തന്നെ ഇടും. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എടുക്കത്തില്ല, സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക. സെക്കൻഡ് എലമെൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റിനെയും പ്രീവിയസ് ആയിട്ട് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഗ്രേറ്റർ ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക, ലെസ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ ഇടുക. ഇപ്പോൾ ഈ 2നെ ഞാൻ 8 കമ്പയർ ചെയ്തു. 8 കമ്പയർ ചെയ്തപ്പോൾ എന്താണ് 2 എന്ന് പറയുന്നത് ലെസ്സാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നെക്സ്റ്റ് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന് മുമ്പിലും എലമെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും നമ്മൾ കമ്പയർ ചെയ്യുന്നതിന്. ഇതിന് മുന്നിൽ എലമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 2നെ നമുക്ക് ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താ ചെയ്യുന്നതെന്ന്. നമുക്ക് തന്നിട്ടുള്ള 8ഉം 2ഉം ആണ്. അപ്പോൾ ഫസ്റ്റ് 8നെ എടുക്കത്തില്ല. ഫസ്റ്റ് എലമെൻറ്റ് ഇൻസെർഷൻ സോർട്ടിൽ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ എടുക്കുന്നില്ല, സെക്കൻഡ് എലമെൻറ്റ് തൊട്ടാണ് നമ്മൾ എടുക്കുന്നത്. 2നെ ഞാൻ തൊട്ട് പ്രീവിയസ് എലമെൻറ്റായിട്ട് കമ്പയർ ചെയ്യും. 8ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 8 ഈസ് ഗ്രേറ്റർ. സോ 2 ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ടു 8. 8ലോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എലമെൻറ്റ് എടുക്കുക. നെക്സ്റ്റ് നമുക്ക് 8 എടുക്കണ്ട, നെക്സ്റ്റ് നമുക്ക് അടുത്ത എലമെൻറ്റ് ഏതാ? 4. അപ്പോൾ 4നെ സെലക്ട് ചെയ്തു. 4ഉം 8ഉം കൂടെ കമ്പയർ ചെയ്യുക. 8 ഈസ് ഗ്രേറ്റർ. സോ 4 എന്ന് പറയുന്നത് ഇവിടെ അല്ല, നെക്സ്റ്റ് ഇവിടെ വരും. ഇവിടെ വെക്കുന്നതിന് മുമ്പ് അടുത്ത വീണ്ടും 4ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2നെക്കാളും ഗ്രേറ്റർ ആണ് 4. സോ 4ന് നമ്മൾ ഇൻ ബിറ്റ്വീൻ 2നും 8നും ബിറ്റ്വീനായിട്ട് 4നെ പ്ലേസ് ചെയ്യും. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന 4നെ 2നും 8നും ബിറ്റ്വീൻ. നെക്സ്റ്റ് 4 കഴിഞ്ഞ് അടുത്ത എലമെൻറ്റ് ഏതാ? 9. അപ്പോൾ 9നെ ഇതെടുക്കുന്നു. 9നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 8നെക്കാളും ഗ്രേറ്റർ ആണ് 9. സോ ഇവിടെ സോപ്പിങ് ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് അവിടെ തന്നെ അതുപോലെ വെക്കുന്നു. നെക്സ്റ്റ് നമ്മൾ 3 എന്ന് പറയുന്ന എലമെൻറ്റിനെ സെലക്ട് ചെയ്യുന്നു. ദെൻ 3യെ സെലക്ട് ചെയ്യുമ്പോൾ 3 ഈസ് ലെസ് ദാൻ 9 ആണ്. സോ ഇവിടെ നിന്ന് അടുത്ത എലമെൻറ്റിലോട്ട് പോകും. ദെൻ അടുത്ത അതും 8ഉം കൂടെ നോക്കും. 3യും 8ഉം കൂടെ നോക്കും. 8 നോക്കുമ്പോൾ 3 ലെസ്സാണ്. സോ ഇവിടെ നിന്ന് വീണ്ടും മൂവ് ചെയ്ത് ഇവിടെ വരും. ദെൻ 3യും 4ഉം കൂടെ നോക്കും. 3യും 4ഉം കൂടെ നോക്കുമ്പോൾ എന്താണ്? 3 ലെസ്സാണ്. സോ ഇവിടെ അല്ല പ്ലേസ് ചെയ്യേണ്ടത്, ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇവിടെ ആണോ കറക്റ്റ് എന്ന് നോക്കാൻ ഇതുമായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, നോക്കുന്നു. അടുത്ത ഇതിൻ്റെ വാല്യൂ ആണ് ഞാൻ ജെ എന്ന് എഴുതുന്നത്. ഓക്കെ, പ്രോഗ്രാം എഴുതുമ്പോൾ ഇതായിരിക്കും ജെ. ഏതാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതാണ് ജെ. അപ്പം നമുക്ക് 3 ഇവിടെ ഇരിക്കുന്നത്, ആ 3യും 2ഉം കൂടെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? 3 ഗ്രേറ്റർ തന്നെയാണ്, 2 ലെസ്സാണ്. കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. സോ അവിടെ തന്നെ പ്ലേസ് ചെയ്യുക. J+1 എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം എൻ്റെ ജെ ഇതായിരുന്നു അല്ലേ, ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ പ്ലേസ് ചെയ്യുക. അപ്പോൾ 8 നോക്കി, 8നെക്കാളും ലെസ്സാണെങ്കിൽ 4 നോക്കി, 4നെക്കാളും ലെസ്സാണെങ്കിൽ നെക്സ്റ്റ് 2 നോക്കും. 2നെക്കാളും ലെസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ പൊസിഷനിൽ എടുത്ത് വെച്ച് അങ്ങ് പ്ലേസ് ചെയ്യും. അപ്പോൾ 3യെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷൻ കണ്ടു. നെക്സ്റ്റ് 6 അതുപോലെ തന്നെ 9ലായിട്ട് നോക്കുന്നു, 8ഉമായിട്ട് നോക്കി, 4ഉമായിട്ട് നോക്കി. 4ഉമായിട്ട് നോക്കിയപ്പോഴാണ് 4നെക്കാളും ഗ്രേറ്റർ എന്നുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഫുൾ ഇൻസെർഷൻ സോർട്ടിങ് പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അൽഗോരിതമാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അൽഗോരിതം ഇച്ചിരി ശ്രദ്ധിച്ച് പഠിച്ചോണം. മറ്റതുപോലെ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്ന ഐയുടെ വാല്യൂ 0 മുതൽ 1 മുതൽ n വരെ, അതായത് ആദ്യത്തെ എലമെൻറ്റ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് 1 മുതൽ n വരെ പോകുന്നത്. ഇതാണ് ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന എലമെൻറ്റിനെ ഞാൻ കീ ആയിട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ ബാക്കിയുള്ള എലമെൻറ്റ്സുമായിട്ട് ചെക്ക് ചെയ്യണം. പ്രീവിയസ് കിടക്കുന്ന ഫുൾ എലമെൻറ്റ്സായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെ എന്ന് പറയുന്ന ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ജെയുടെ വാല്യൂ 0 വരെ പോവാം, അതായത് തുടക്കം വരെ പോകുന്നു. ഒരു അറയ്ക്കകത്തുണ്ടെങ്കിൽ അറയുടെ തുടക്കം വരെ പോകും ഇല്ലേ. ഇവിടെ 0 1 2 3 എന്ന് പറഞ്ഞാലേ അറേ പോകുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 4 8
5 ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് ആദ്യം എടുക്കുമ്പോൾ എൻ്റെ ഐ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും. അത് കഴിഞ്ഞ് ഇത് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് നോക്കും. ചെയ്തില്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. ജെയുടെ വാല്യൂ നോക്കുമ്പോൾ ജെ ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ് J+1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ കൊണ്ടുവന്ന് ഇതിനെ പ്ലേസ് ചെയ്തു. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 5 എടുക്കുന്നു. 5നെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്താണ്? ഗ്രേറ്റർ ആണെങ്കിൽ A(j) എന്ന് പറയുന്നത് A(j) എന്ന് പറഞ്ഞാൽ എന്താണ്? A(j) എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ഐയുടെ വാല്യൂ ഈ ഫസ്റ്റ് കേസ് തന്നെ പറയാം. ആദ്യം നമ്മൾ 0th ലൊക്കേഷൻ എടുക്കത്തില്ല, പകരം എന്ത് ചെയ്യുന്നു? i=1 എന്നെടുത്തു. അപ്പോൾ നമ്മുടെ കീ എലമെൻറ്റ് ഏതാ? A(1)ൽ ഇരിക്കുന്നത് എന്താണ്? 8 ആണ് എൻ്റെ കീ എലമെൻറ്റ്. ഇനി ഞാൻ ജെയുടെ വാല്യൂ i-1 അതായത് 0 എന്നാക്കി. എന്നിട്ട് നമുക്ക് കണ്ടീഷൻ നോക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് ഈ കണ്ടീഷൻ നോക്കും. ഈ കണ്ടീഷൻ A(j) എന്ന് പറഞ്ഞാൽ A(0) 0യിൽ ഇരിക്കുന്ന എലമെൻറ്റ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ കീ ആണോ? അല്ല. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട, പകരം എന്ത് ചെയ്യുക? A(j+1)ലെടുത്ത് കീയെ വയ്ക്കുക. ഇവിടുത്തെ കീ എന്താണ്? 8നെടുത്ത് J+1 എന്ന് പറഞ്ഞാൽ ഏതാ? 1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ തന്നെ കീയെ ഞാൻ വെച്ചു. 8നെ അവിടെ തന്നെ വെച്ചു. അടുത്തത് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അടുത്തത് ഏതാ? നെക്സ്റ്റ് നോക്കിയേ. ആദ്യം ആ ഐയുടെ വാല്യൂ ഇപ്പോൾ 1ൽ നിന്ന് മാറി. അടുത്ത ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്തായി മാറും? 1ൽ നിന്ന് 1+1. അതായത് ഇവിടെ നമ്മൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 2 ആയി. 2 എന്ന് പറഞ്ഞാൽ A(2)ലിരിക്കുന്ന ആരാണോ അയാളായിരിക്കും എൻ്റെ കീ. A(2)ലിരിക്കുന്ന ആരാണ്? 5 ആണ് എൻ്റെ കീ. എന്നിട്ട് അടുത്ത ഞാൻ എന്ത് ചെയ്യുന്നു? ജെയുടെ വാല്യൂ i-1 ചെയ്യും. i-1 എന്ന് വെച്ചാൽ 2-1 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടി. ജെയുടെ വാല്യൂ 1 കിട്ടിയാൽ ആദ്യം ഈ കണ്ടീഷൻ ട്രൂ ആണോ? ആണ്. ജെ ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ A(j) എന്ന് പറഞ്ഞാൽ A(1)ലിരിക്കുന്ന ഏതാ? 8 ഈസ് ഗ്രേറ്റർ ദാൻ കീ എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ എന്ത് ചെയ്യണം? J+1 എന്ന് പറഞ്ഞാൽ A(2)ൽ നമ്മൾ എന്ത് ചെയ്യണം? A(j) എടുത്ത് പ്ലേസ് ചെയ്യണം. ഇവിടുത്തെ ജെ എന്ന് പറഞ്ഞാൽ എന്താ? A(j) എന്ന് പറഞ്ഞാൽ 8നെ എടുത്ത് ഇവിടെ നിന്ന് മാറ്റി ഇവിടോട്ട് നമ്മളങ്ങ് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടോട്ട് 8നെ പ്ലേസ് ചെയ്യണം. ഇനി 5നെ ഞാൻ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നില്ല. പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? 8നെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പോൾ എൻ്റെ ഇപ്പോഴും കീ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ഇനി ഞാൻ ജെയുടെ വാല്യൂ ആണ് വീണ്ടും ഡിക്രിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ജെയുടെ വാല്യൂ -1 ചെയ്യും. വീണ്ടും -1 ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ 0 കിട്ടും. A(0)ലിരിക്കുന്ന എന്താണ്? 4 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 4 ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണോ നോക്കും. ആണോ? അല്ല. ജെയുടെ വാല്യൂ 0 ആയി. 4 ഈസ് ഗ്രേറ്റർ ദാൻ 5 അല്ല. അല്ലെങ്കിൽ ഇത് ഇത്രയും ചെയ്യണോ? വേണ്ട. പകരം എന്ത് ചെയ്യുക? A(j+1)ൽ കീ എടുത്ത് വയ്ക്കുക. എൻ്റെ കീ എന്താണ്? 5. എൻ്റെ ജെ എന്താണ്? 0. അപ്പോൾ J+1 എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് പറയുന്ന ലൊക്കേഷൻ ഇത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനേക്കാളും ലെസ്സാണ് നമുക്ക് ഗ്രേറ്റർ വാല്യൂ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് തൊട്ട് മുമ്പിൽ എടുത്ത് വയ്ക്കുക. അതാണ് ഈ കണ്ടീഷൻ. ഈ കണ്ടീഷൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്ത് നോക്കണം. A(j+1)ലെടുത്ത് കീയെ വെക്കുന്ന കേസ് ജെയുടെ വാല്യൂ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതല്ല പൊസിഷൻ, ഇവിടെയാണ്. അപ്പോൾ J+1)ലെടുത്ത് കീയെ വെച്ച് പ്ലേസ് ചെയ്യും. ഇങ്ങനെയാണ് ഇൻസെർഷൻ സോർട്ട് ചെയ്യുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. ഐയുടെ വാല്യൂ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? 1 മുതൽ n വരെ പോവും. ഫസ്റ്റ് എലമെൻറ്റ് നോക്കേണ്ട, അതുകൊണ്ട് 0 കൊടുത്തില്ല. A(i) എടുത്ത് നമ്മൾ കീയിലോട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഫുൾ എലമെൻറ്റ്സിനെയും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയുടെ വാല്യൂ i-1 വരെ പോയി. ജെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരെയും ആണെങ്കിലും A(j) എന്ന് പറയുന്ന കീ എലമെൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ J+1എടുത്ത് J+1ലെടുത്ത് A(j) അസൈൻ ചെയ്ത് വീണ്ടും ജെ ഡിക്രിമെൻറ്റ് ചെയ്ത് പോകും. എപ്പോഴാണോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവാത്ത ആ സമയത്ത് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മുടെ ജെ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു ലൊക്കേഷൻ കൂട്ടി അവിടെ കൊണ്ടുവന്ന് കീയെ പ്ലേസ് ചെയ്യും. കറക്റ്റായിട്ട് സ്ഥലത്ത് കൊണ്ടുവന്ന് ഇൻസെർട്ട് ചെയ്യും. അതാണ് ഇൻസെർഷൻ സോർട്ടിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് സോർട്ടിങ് നടക്കുന്നതെന്നുള്ളതാണ്. ഇത് നോക്കി. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 5ഉം 2. അപ്പോൾ 2നെ ഞാൻ 5ന് തൊട്ട് മുമ്പിൽ കൊണ്ടുവരുന്നു. ദെൻ നമുക്ക് അടുത്ത എലമെൻ്റ് എടുത്ത് 4ഉം 5ഉം കൂടെ ചെക്ക് ചെയ്യും. 4ഉം 5ഉം കൂടെ ചെക്ക് ചെയ്യുമ്പോൾ 4 ഈസ് ലെസ് ദാൻ 5 ആണ്. സോ 5 ഈ ലൊക്കേഷനിലല്ല, തൊട്ടടുത്ത ലൊക്കേഷൻ വരും. ഇതിന് 4നെ 2 ആയിട്ട് ചെക്ക് ചെയ്യും. 2 ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ 4 ഗ്രേറ്റർ ആണ്. സോ J+1 ചെയ്യുമ്പോൾ ഈ ലൊക്കേഷൻ കിട്ടും. ഈ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്യും.
4ന്. നെക്സ്റ്റ് നമ്മൾ 6 നോക്കും. 6 നോക്കുമ്പോൾ പ്ലേസ് ഒന്നും മാറ്റേണ്ട, അവിടെ തന്നെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് 1 നോക്കും. 1 നോക്കുമ്പോൾ 6-നേക്കാളും ലെസ്സാണ് 1. സോ 6 നമ്മൾ 1നെ ഇവിടെ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നോക്കും. 5-നേക്കാളും ലെസ്സാണ്, സോ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ ഇതിനേക്കാളും ലെസ്സാണ്, ദെൻ 2ൽ വന്നു. 2-നേക്കാളും ലെസ്സാണ് 1. അപ്പോൾ നേരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് 1 2 4 5 എന്നിട്ട് ദെൻ 3 എങ്ങനെ പ്ലേസ് ചെയ്യും? 6-നേക്കാളും ലെസ്സാണ്, 5-നേക്കാളും ലെസ്സാണ്, 4-നേക്കാളും ലെസ്സാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. 2ൽ നോക്കും. 2-നേക്കാളും ഗ്രേറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? J+1 കൊണ്ടുവന്ന് കീയെ പ്ലേസ് ചെയ്യും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ J+1 ഈ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് എൻ്റെ കീയെ പ്ലേസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ജെയിൽ നോക്കിയതിന് ശേഷം J+1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻസെർഷൻ സോർട്ട് നടക്കുന്നത്. ഇനി ഡെഫിനിഷൻ പറഞ്ഞുതരാം ഇൻസെർഷൻ സോർട്ടിങ്ങിൻ്റെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അറേ ഓഫ് ഇൻറ്റിജർ അറേനെ നമ്മളതിനെ സോർട്ട് ചെയ്യുന്ന സെക്കൻഡ് എലമെൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കുന്നു, ഫസ്റ്റ് 1 എന്ന് പറയുന്ന ലെസ് ദാൻ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വയ്ക്കും. തേർഡ് ഇൻഡെക്സ് ആയിട്ട് കമ്പയർ ചെയ്തു ബാക്കി എല്ലാ എലമെൻറ്റ്സ് മുമ്പിലുള്ള തേർഡ് ഇൻഡെക്സ് എടുക്കുമ്പോൾ തൊട്ട് മുമ്പ് ബിഫോർ ഇറ്റ്സ് എല്ലാത്തിനെയും കമ്പയർ ചെയ്യും. ലെസ് ദാൻ ആണെങ്കിൽ റീപ്ലേസ് ചെയ്യും, ഇല്ലെങ്കിൽ അതുപോലെ വയ്ക്കും. ദെൻ ഔട്ടർ ലൂപ്പ് നമുക്ക് ഫുൾ വർക്ക് ചെയ്യണം, ഇന്നർ ലൂപ്പ് നമ്മൾ ഫുൾ വർക്ക് ചെയ്യും. ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് വരെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഇൻസെർഷൻ സോർട്ട് എന്ന് പറയുന്നത്. കറക്റ്റ് പ്ലേസിലാണ് ഇൻസെർഷൻ സോർട്ടിങ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇൻസെർഷൻ സോർട്ടിൻ്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ആൾറെഡി നമ്മൾ സോർട്ടഡ് ആണെന്ന് അസ്യൂം ചെയ്യും. സെക്കൻഡ് നമ്മൾ സെക്കൻഡ് എലമെൻറ്റിനെ പിക്ക് ചെയ്യും, കമ്പയർ ചെയ്യും. ആദ്യത്തെ എലമെൻറ്റ് പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് പൊസിഷൻ കിട്ടി അവിടെ കൊണ്ടുവന്ന് ഇൻസെർട്ട് ചെയ്യും. എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് സോർട്ട് ചെയ്യുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതാണ് ഇൻസെർഷൻ സോർട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.